ഹലോ ഗൈസ്, നമുക്കിന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് അത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ആ ചൂടായിരിക്കുന്ന നെയ്യിൽ തന്നെ 150 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. എനിക്കിവിടെ ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ടാണ് ഈ നിറത്തിലിരിക്കുന്നത്. വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഈ ഒരു നിറം ആയി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. സേമിയ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു പാക്കറ്റ് മിൽമ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ. സേമിയ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കുറുകി വന്നതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെട്ടിത്തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.